ഹായ്. താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറി നടന്നു. നമ്മൾക്കറിയാം, താരസംഘടനയായ അമ്മയിൽ കോടികളുടെ ആസ്തിയുണ്ട് എന്നുള്ളൊരു കാര്യം. ആ കോടികൾ എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നുള്ളത് അവർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സംഘടന തുടങ്ങിയത് തന്നെ അതിനുവേണ്ടി തന്നെയാണ്. അവശ്യ കലാകാരന്മാരെ സഹായിക്കുക, അതായത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അമ്മ സംഘടന ആരംഭിച്ചത്. ഇപ്പോഴും അമ്മയിലെ പല അംഗങ്ങൾക്കും 5000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട്, കൈനീട്ടം എന്ന പേര്. അതുപോലെ തന്നെ അസുഖമുള്ള ആൾക്കാർക്ക് ഓരോ മാസവും കൃത്യമായി മരുന്ന് എത്തിച്ചു നൽകുന്നുണ്ട് സഞ്ജീവനിയിലൂടെ. പക്ഷെ ഇതിലൂടെ പല രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ സംഘടനയിൽ നടക്കുന്ന പല കാര്യങ്ങളും അവിടെയുള്ള പല താരങ്ങൾക്കും അറിയില്ല. നേതൃത്വം എന്ത് പറയുന്നോ അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് അവിടെ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എന്തുകൊണ്ട് അമ്മയിൽ നിന്നും എല്ലാവരും രാജി, അതായത് അമ്മ നേതൃത്വത്തിലുള്ള എല്ലാവരും രാജി വെച്ചു? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അൻസിബ തന്നെയാണ്. അതായത് അമ്മയിലെ നേതൃത്വം കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു, പല ആൾക്കാർക്കും സംശയങ്ങളുണ്ട്. അപ്പോൾ അവർ 45 ദിവസം സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് സമ്മതിക്കുന്നു പല ആൾക്കാരും. അപ്പോഴാണ് അൻസിബ 22 മിനിറ്റ് സംസാരിക്കുന്നത്. അതിലൂടെ പല കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി. അതിനുള്ള ഉത്തരം നൽകാൻ അമ്മ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ആ രാജി വന്നത്. അൻസിബയുടെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും സാമ്പത്തികത്തെക്കുറിച്ചായിരുന്നു. സാമ്പത്തിക തിരിമറി, 60 ലക്ഷത്തിന്റെ ക്രമക്കേട്, സഞ്ജീവനി പദ്ധതിയിലൂടെ പല കള്ളത്തരങ്ങളും കാണിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും. ആദ്യം അൻസിബയാണ് ഉണ്ടായിരുന്നത്, കൃത്യമായിട്ട് എല്ലാവർക്കും മരുന്നുകൾ എത്തിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അൻസിബയെ മാറ്റുന്നു, പല ആൾക്കാർ അതിലേക്ക് വരുന്നു, കണക്കുകളൊന്നും ക്ലിയർ അല്ല. അതായത് ഇതിലൂടെ പല അടിച്ചുമാറ്റലുകളും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായി അൻസിബ ചോദിക്കുന്നു, അതിനവിടെ ഉത്തരമില്ല. അങ്ങനെയാണ് നേതൃത്വം താഴേക്ക് പോകുന്നത്. അൻസിബ വിജയിച്ചു കയറുന്നു, സോഷ്യൽ മീഡിയയിലെ താരമായി മാറുന്നു, മറ്റുള്ള എല്ലാവരും അങ്ങ് എയറിലേക്ക് പോകുന്നു. ഈ ദേഷ്യം ലക്ഷ്മിപ്രിയ എങ്ങനെയാണ് തീർക്കുന്നത്? സത്യം പറഞ്ഞാൽ ചിരിയാണ് എനിക്ക് വന്നത്. അവരിപ്പോ അൻസിബയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അൻസിബ മദ്യപിക്കും, അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു, അൻസിബയുടെ റൂമിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അതാരാണ് എന്ന് വ്യക്തമാക്കണം. അതായത് ചളിവാരി എറിയാണ് നാറ്റ കേസുകൾ അൻസിബയ്ക്ക് നേരെ ഇവർ ഉപയോഗിക്കുകയാണ്. അതായത് അയൽക്കൂട്ടം പരിപാടി, അവിടുന്ന് കുറെ പേര് രാജിവെച്ച് ഇറങ്ങിപ്പോയല്ലോ, അവർക്ക് ഈ പരിപാടി ചെയ്താൽ പോരെ? ഒരുമിച്ചിരുന്ന് ഇത്തരം കുറ്റങ്ങൾ പറഞ്ഞിരുന്നാൽ പോരെ? സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതായത് അൻസിബ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതായപ്പോൾ അൻസിബയ്ക്ക് നേരെ ഇത്തരം നാറ്റ കേസുകൾ പറഞ്ഞ് പരത്തുകയാണ് ഇതുപോലുള്ള ചില ആൾക്കാർ. സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. അൻസിബയുടെ റൂമിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അൻസിബ പറയുന്നു അത് കസിനാണ് എന്ന്. എന്നാൽ കസിനല്ല, അത് ആരാണ് എന്ന് വ്യക്തമാക്കണം. അവർ പരുങ്ങുന്നുണ്ടായിരുന്നു, മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് വാടേ ഇത്? ഇനി ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബന്ധം അവിടെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? അൻസിബ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. അവര് കൃത്യമായി ഒരു സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇത്തരം ആൾക്കാർ അൻസിബയ്ക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുകയാണ്. അൻസിബ ഇന്ന സെറ്റിൽ പോയി ഒരാളെ കണ്ടപ്പോൾ ചിരിച്ചു, ആ ചിരിയുടെ അർത്ഥം എന്താണ്? അൻസിബ ഇങ്ങനെ നോക്കി, അൻസിബ അങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞിനി വരും. ഒരാളെ ഇല്ലാതാക്കാൻ ഇങ്ങനെ പല കാര്യവും കൊണ്ടുവരും. അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു, അൻസിബ കുടിച്ചാൽ എന്ത്, കുടിച്ചില്ലെങ്കിൽ എന്ത്? മദ്യം കഴിക്കുന്നത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അൻസിബ മദ്യപിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾക്കറിയില്ല. ഇവർ പറഞ്ഞതുപോലെ ആണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? അത് വലിയൊരു കുറ്റമാക്കി മാറ്റുകയാണ്. ഇവർ അത്രയും മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആൾക്കാരെ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ്, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിർത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള ഉത്തരം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസിബയുടെ റൂമിൽ ഒരു പയ്യനെ കണ്ടു, അവൻ ആരാണ് എന്ന് വ്യക്തമാക്കണം, അവന് മാസ്ക് ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, പല ആൾക്കാർക്കും ഇപ്പോൾ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ചാനൽ സംഭവിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.